ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തലശ്ശേരി കണ്ണൂർ ഭാഗങ്ങളിൽ വളരെ പോപ്പുലറായിട്ടുള്ളതും അതേപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമായിട്ടുള്ള ചിക്കൻ കൽമാസ് എന്ന സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ആദ്യം 1 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിനൊക്കെ തയ്യാറാക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ 1 കപ്പ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് തേങ്ങയും അതിൻ്റെ കൂടെ 3-4 ചുവന്നുള്ളിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ പെരുംജീരകവും കൂടെ മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ മാവിലോട്ട് നമ്മളത് ഇട്ട് കൊടുക്കണം. ഇതൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ അരിമാവ് കുഴച്ചെടുക്കുന്നത്. അരിമാവിലേക്ക് ആവശ്യമുള്ള ഉപ്പൂടെ ചേർത്ത് വളരെ നല്ല തിളച്ച വെള്ളത്തിലാണ് ഈ അരിമാവ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. ഈ മാവ് കുഴയ്ക്കുമ്പോൾ വളരെ ലൂസായി പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. അതിനായിട്ട് ഈ വെള്ളം അല്പാൽപമായി ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ സ്പൂണോ സ്പാറ്റിലയോ ഉപയോഗിച്ച് കുഴച്ചെടുക്കാം. ചൂടുവെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കൈ വെച്ച് കുഴക്കാൻ സാധിക്കില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഇളക്കി നമുക്ക് മാവ് കുഴച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മാവൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഈ മാവ് കുഴച്ചെടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഇതുപോലെ മാവ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ സാധിക്കും. ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഓയിലോ ഒന്ന് ഒഴിച്ച ശേഷം കൈ വെച്ച് അതെല്ലാ ഭാഗത്തേക്കും മാവ് ഇങ്ങനെ ഡ്രൈ ആയി പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിനി നമുക്കവിടെ മൂടി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരു കടായിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സവാള ചെറുതായി അരിഞ്ഞതും അതുപോലെ 3 പച്ചമുളക് അരിഞ്ഞതും 1 കഷ്ണം ഇഞ്ചിയും 4-5 വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ നേരത്തെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച ശേഷം മിക്സിയിലിട്ട് ചെറുതായി ഗ്രൈൻഡ് ചെയ്തെടുത്ത ചിക്കനാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചിക്കൻ വെച്ചിട്ടും അതുപോലെ ബീഫ് വെച്ചിട്ടും എല്ലാം ഇത് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായുള്ള ഉപ്പൂടെ ചേർക്കാം. ചിക്കനിൽ നേരത്തെ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിയവരാണെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് ഡ്രൈ ആയിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൽ തീരെയും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. ഇതാണ് നമ്മൾ കൽമാസിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്ന ഫില്ലിങ്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവിൽ നിന്ന് ഒരു ഉരുള എടുത്ത ശേഷം കയ്യിൽ വെച്ച് ഇതുപോലെ വട്ടത്തിൽ പരത്തിയ ശേഷം അതിന് നടുവിലായിട്ട് നമുക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുത്ത് പതുക്കെ പൂട്ടി ഇതുപോലെ അടച്ച് കൽമാസിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. ഏകദേശം ഒരു ഉന്നക്കായയുടെ ഒരു ഷേപ്പാണ് ഈ ഒരു സ്നാക്കിനും ഉള്ളത്. അതുകൊണ്ട് ഈ ഒരു ഷേപ്പിലാണ് നമ്മളത് തയ്യാറാക്കിയെടുക്കുന്നത്. എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ആ മാവെല്ലാം ഇതുപോലെ ഉരുട്ടി കൈവെള്ളയിൽ വെച്ച് പരത്തി ഫില്ലിങ്സ് നിറച്ച് ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇനി ഇത് നമ്മൾ ഒരു സ്റ്റീമറിൽ വെച്ച് ആവി കയറ്റിയാണ് ഇതെല്ലാം വേവിച്ചെടുക്കുന്നത്. ഞാനിവിടെ എല്ലാ കൽമാസും ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി സ്റ്റീമറിൽ വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒരു പ്ലേറ്റിൽ നിരത്തി വെച്ചിട്ട് സ്റ്റീം ചെയ്ത് ഞാനിത് വേവിച്ചെടുക്കുകയാണ്. ഇനി സ്റ്റീം ചെയ്ത് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളിത് തണുക്കാനായിട്ട് കുറച്ച് നേരം നമ്മളത് മാറ്റി വയ്ക്കണം. അതിനുശേഷമാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ആരംഭിക്കുന്നത്. ഇപ്പോൾ കൽമാസ് എല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചില്ലി ഫ്ലേക്സും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് അത് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. അല്ലാതെ ലൂസായി പോകരുത്. ഇത് ഓരോ കൽമാസിൻ്റെ മേലെ നമ്മളിങ്ങനെ പുരട്ടി കൊടുക്കുക.
അല്ലെങ്കിൽ ഓരോ കൽമാസും എടുത്ത് ആ പേസ്റ്റിലോട്ട് വെച്ച് എല്ലാ ഭാഗത്തും ഇതുപോലെ തേച്ച് പിടിപ്പിച്ചെടുക്കണം. ഇങ്ങനെ എല്ലാ കൽമാസും ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇനിയൊരു ഫ്രൈ പാന് അടുപ്പിൽ വെച്ച് അല്പം എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം വേണ്ട, ഒരു ഷാലോ ഫ്രൈ ആണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ആ എണ്ണ ചൂടാവുമ്പോൾ ഓരോന്നായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തേച്ചിരിക്കുന്ന ആ മുളകിൻ്റെ എല്ലാം ആ പേസ്റ്റിൻ്റെയൊക്കെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അതൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ആ എണ്ണയിൽ പതുക്കെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം വളരെ മീഡിയത്തിലും താഴെയാക്കി വെച്ച ശേഷം വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഈ സമയത്ത് നമുക്ക് കറിവേപ്പില കൂടെ ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാക്കും. ഇങ്ങനെ എല്ലാ കൽമാസും നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഈവനിങ് ചായയ്ക്കും അതുപോലെ പെട്ടെന്ന് വിരുന്നുകാർ വന്നാലൊക്കെ നമുക്ക് ഇത് തയ്യാറാക്കി കൊടുക്കാൻ സാധിക്കും. എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.